ഹായ്. അപ്പോൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ രണ്ടാമത്തെ ലാബാണത്. അതായത് ലാബിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓൺ ഡീബഗ് പേജ്. അപ്പോൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ബ്രീഫായിട്ട് ഒരു വെബ് ആപ്ലിക്കേഷന് ആ വെബ് ആപ്ലിക്കേഷനിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അൺഇൻറ്റൻഷ്യലി റിവീൽ ചെയ്യുമ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന പറഞ്ഞ പറ്റി അറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ആക്സസ് ലാബ് കൊടുത്തു കഴിഞ്ഞാൽ ലാബ് ആക്സസ് ആവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലാബ് കണ്ടെയ്ൻ ഡീബഗ് പേജ് ആൻഡ് ഡിസ്ക്ലോസസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ആപ്ലിക്കേഷൻ ടു സോൾവ് ദ ലാബ് ഒബ്റ്റെയിൻ ആൻഡ് സബ്മിറ്റ് ദ സീക്രട്ട് കീ. അത് നമ്മൾ എന്ത് ചെയ്യണം? സീക്രട്ട് കീ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ലാബിൻ്റെ ഐഡിയസും കോപ്പി ചെയ്യുക. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുറേ ലാബിൻ്റെ ഐഡീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? സൈറ്റ് മാപ്പ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ എന്തായി? അവനെന്തെങ്കിലും ബബ്സിൻ്റെ പ്രോ ആണ് കേട്ടോ, എന്നാലും ഇത് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് എൻഗേജ്മെൻറ്റ് ടൂൾസ് പോയി കണ്ട് ഫൈൻഡ് കമൻറ്റ്സ് എന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലാബിൻ്റെ ഇതിൽ അത്രയും ഇതിലുള്ള പോയിട്ട് അതിലുള്ള കമൻറ്റ്സ് സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലുണ്ടോ കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റർ അയക്കുക. റിപ്പീറ്റർ അയച്ചുകൊണ്ട് അതിൽ നമ്മൾ PHP എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ പോയിട്ട് PHP സെർച്ച് ചെയ്യുക. PHP സെർച്ച് ചെയ്യുമ്പോൾ കണ്ടാൽ നമുക്ക് ആ ഫയലിൻ്റെ പാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഫയലിൻ്റെ പാത്ത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്തായി? ഇതൊരു ഗെറ്റ് റിക്വസ്റ്റ്. ഈ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗെറ്റ് റിക്വസ്റ്റ് വെച്ച് കണ്ട് ഫയലിനെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. എന്നിട്ട് നമ്മളെന്താ പറഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് കീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? സീക്രട്ട് കീ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആണ് സീക്രട്ട് കീ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സീക്രട്ട് കീ. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്മിറ്റ് സൊല്യൂഷനിൽ പോയി കണ്ട് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്തായി? ഈ ലാബ് സക്സസ്ഫുള്ളി സോൾവ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തെങ്ങാണ്ട് എന്ത് ചെയ്തു? ടാർഗറ്റ് പോയിങ്ങാണ്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തെങ്ങാണ്ട് എൻഗേജ്മെൻറ്റ് ടൂൾസ് പോയിങ്ങാണ്ട് ഫൈൻഡ് കമൻറ്റ്സ് എന്ന് കൊടുത്തു. ഫൈൻഡ് കമൻറ്റ്സ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു PHP ഡീബഗിൻ്റെ പാത്ത് കിട്ടി. അപ്പോൾ നമ്മൾ അത് ഗെറ്റ് റിക്വസ്റ്റ് വെച്ചങ്ങാണ്ട് അത് ആക്സസ് ചെയ്തു. അത് ആക്സസ് ചെയ്തപ്പോൾ എന്തായി? നമുക്ക് അത് ആക്സസ് ചെയ്തപ്പോൾ അതിലുള്ള നമ്മൾ എന്ത് ചെയ്തു? സീക്രട്ട് കീ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കീ കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലാബ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ലാബാണ്. അപ്പോൾ ഈ ലാബ് ചെയ്യാൻ എന്തായാലും എന്ത് വേണം? ബബ്സ്യൂട്ടിൻ്റെ പ്രൊവേഷൻ വേണം. അപ്പോൾ ഇനി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ മൂന്നാമത്തെ ലാബ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.